തുകൽ നിർമ്മാണത്തിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നഗരമുണ്ട് മൊറോക്കോയിൽ. അന്താരാഷ്ട്ര വിപണികളിലും രാജ്യത്തിനകത്തും പ്രസിദ്ധമാണ് ഫെസിലെ ചൗര ടാനറുകൾ. പരമ്പരാഗത മൊറോക്കൻ തുകൽ നിർമ്മാണത്തിന്റെയും കരകൗശല വൈദഗ്ധ്യത്തിന്റെയും നേർക്കാഴ്ചയാണ് ഈ തുകൽ നിർമ്മാണ കേന്ദ്രങ്ങൾ. നമുക്കും ആ വിശേഷങ്ങൾ കാണാം. തുകൽ നിർമ്മാണത്തിന് ഏറെ പേരുകേട്ടതാണ് മൊറോക്കൻ നഗരമായ ഫെസിലെ ചൗര ടാനറുകൾ. നൂറ്റാണ്ടുകളായി ഫെസിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് തുകൽ ഉൽപാദനം. രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രതീകം കൂടിയാണ് ചൗര ടാനറുകൾ. കാലമേറെ കഴിഞ്ഞിട്ടും തുകൽ ഉൽപാദനത്തിന്റെ രീതികളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പൂർവികർ ഉപയോഗിച്ച അതേ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും തന്നെയാണ് ഇന്നും പിന്തുടരുന്നത്. പശുക്കൾ, ആടുകൾ, ചെമ്മരിയാടുകൾ, ഒട്ടകങ്ങൾ എന്നിവയുടെ തോലുകൾ ഉപയോഗിച്ചാണ് തുകൽ നിർമ്മാണം. അസംസ്കൃത മൃഗങ്ങളുടെ തോലുകൾ വെള്ളവും കുമ്മായവും നിറച്ച വലിയ കല്ലുചട്ടിയിൽ മുക്കിവെക്കുന്നു. 3 ദിവസത്തെ കുതിർക്കലിന് ശേഷം വെള്ളം, പ്രാവിന്റെ കാഷ്ടം, ഉപ്പ്, ഗോമൂത്രം എന്നിവയുടെ മിശ്രിതം അടങ്ങിയ രണ്ടാമത്തെ ചട്ടിയിലേക്ക് മാറ്റുന്നു. തോലുകൾ കൂടുതൽ മൃദുവാക്കാൻ സഹായിക്കുന്നതിന് ഈ ലായനി മികച്ചതാണ്. തൊലികൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവ ചായം പൂശാൻ തുടങ്ങും. പ്രാദേശിക സസ്യങ്ങൾ, ധാതുക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്തമായ ചായങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. ചായം പൂശിയ ശേഷം തൊലികൾ മേൽക്കൂരയിലോ തുറസായ സ്ഥലങ്ങളിലോ വെയിലത്ത് ഉണക്കാൻ വയ്ക്കും. കൂടുതൽ മിനുസമുള്ളതും നിർമ്മാണത്തിന് പരുവപ്പെടുന്നതുമായാൽ തുകൽ മുറിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാക്കും. ബാഗുകൾ, ഷൂകൾ, ബെൽറ്റുകൾ, ജാക്കറ്റുകൾ മുതൽ ഫർണിച്ചറുകൾ വരെ ഇതിലൂടെ നിർമ്മിക്കുന്നുണ്ട്. ടാനറുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൊറോക്കോയിലുടനീളവും അന്താരാഷ്ട്ര വിപണികളിലും ലഭിക്കുന്നു. പരമ്പരാഗത തുകൽ നിർമ്മാണ രീതി കാണാൻ നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്കെത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.